രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നട്ടി ബബിൾ കേക്കാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, അതേസമയം നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണത്. പിന്നെ ഇതിൽ ഞാൻ മുട്ടയും ഓവനും യൂസ് ചെയ്തിട്ടില്ല. സാധാരണ കേക്കിനെക്കാട്ടിലും കുറച്ചധികം സാധനങ്ങൾ ഇതിന് ഡെക്കറേഷനായിട്ട് വേണമെന്ന് മാത്രം. എന്നാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. ഞാൻ ഇതെൻ്റെ അമ്മയുടെ സപ്തതിക്ക് ഉണ്ടാക്കിയ കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, കുക്കർ വെച്ചിട്ടുണ്ട്. അതിൽ 1.5 കപ്പ് ഉപ്പിട്ട് കൊടുത്ത് സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു മൂടി കൊണ്ട് അടച്ചും വെക്കണം. അപ്പോൾ അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ടിൻ റെഡി ചെയ്ത് വെക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പറും ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് വിനീഗറാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈര് കൂടെ എടുക്കാം കേട്ടോ. അടച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരിച്ചെടുക്കാം. വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ബൂസ്റ്റാണ്. ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാവും, ബൂസ്റ്റിന് പകരം കൊക്കോ പൗഡർ ചേർത്താൽ നന്നായിരിക്കുമോ എന്നുള്ളത്. കൊക്കോ പൗഡർ നന്നായിരിക്കില്ല, അതൊരു ചോക്ലേറ്റി ഫ്ലേവർ വരും. പിന്നെ വേണ്ടത് പാൽ പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ പൊടിച്ച പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അങ്ങനെ ഞാൻ അരിച്ചെടുത്ത് വെച്ചതാണത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്കിന് നല്ല സ്മൂത്തായിട്ടുള്ള ടെക്സ്ചർ കിട്ടും. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച പാലും വിനീഗറിൻ്റെയും മിക്സ്ചറിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിട്ടില്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് ഇടരുത്, അങ്ങനെയാണെങ്കിൽ കട്ടൗത്താനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ഇടുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, പിന്നെ വീണ്ടും അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഓവർ മിക്സും ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ചേർക്കാനുള്ളത് വനില എസൻസ് ആണ്. പിന്നെ ഇത് മെൽറ്റ് ചെയ്ത ബട്ടറാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എണ്ണയും എടുക്കാം. അത് ഒഴിക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ നമുക്ക് കേക്ക് ബാറ്റർ റെഡി ചെയ്യാം. അതിനുശേഷം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ കേക്ക് ടിൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് റിലീസ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ പതുക്കെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഞാനിതിൽ ഗ്യാസ്കറ്റും പിന്നെ വിസിലും വെച്ചിട്ടില്ല. ഒരു 40 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് 40 മിനിറ്റായിട്ടും ആയില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടുതൽ വെച്ച ശേഷം നോക്കുക. ഒരു കാരണവശാലും അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കരുത്. അരമണിക്കൂർ മുമ്പായിട്ട് നമ്മൾ തുറക്കുകയാണെങ്കിൽ കേക്ക് കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കേക്ക് കൂടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ കുക്കറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് ആറിയ ശേഷം ഞാൻ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണത്. ഇനി ഇത് ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുകയാണ്. ഞാൻ എപ്പോഴും കേക്ക് ഐസിങ് ചെയ്യണതിൻ്റെ ഒരു ദിവസം മുമ്പായിട്ട് കേക്കൊക്കെ റെഡി ചെയ്ത് വെക്കാറുണ്ട്. ഇനി റെഡിയാക്കേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഇത് വിപ്പിംഗ് ക്രീം പൗഡർ കൊണ്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ വിചാരിച്ചത് 4 ലെയറായിട്ടുള്ള ഒരു കേക്ക് ചെയ്യാമെന്നാണ്. അങ്ങനെ 2 ബൂസ്റ്റിൻ്റെ കേക്കും പിന്നെ ഒരു പ്ലെയിൻ കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ലെയർ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞു, പ്ലെയിനായിട്ട് കഴിക്കാനായിട്ട്. അതുകൊണ്ട് അവർക്ക് കൊടുത്തു. 3 ലെയറുള്ള കേക്കാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീം തന്നെയാണ്. പിന്നെ ഇത് പഞ്ചസാര പാനി റെഡിയാക്കി വെച്ചു. പിന്നെ ഇത് കണ്ടൻസ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ്. പിന്നെ ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്.
ഇത് കുറച്ച് നട്ട്സും ചോക്കോ ചിപ്സുമാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബദാം, കാഷ്യൂ പിന്നെ ചോക്കോ ചിപ്സും കൂടെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ ബൂസ്റ്റാണ്. അങ്ങനെ ഞാൻ കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ. അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. എല്ലായിടത്തും ഒരുപോലെ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യണം, എന്നാലേ നമുക്ക് ഉൾഭാഗത്തൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവണ പോലെ. അതിനുശേഷം അതിന് മുകളിലായിട്ട് ബൂസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കേക്കിൻ്റെ ഹൈലൈറ്റ് തന്നെ ബൂസ്റ്റ് തന്നെയാണ്. അത് കാരണം അതൊരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം കുറച്ച് നട്ട്സ് സ്പ്രിങ്കിൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ പ്ലെയിൻ കേക്കാണ് വെച്ചത്. ഇതും സെയിം പ്രോസസ്സ് തന്നെയാണ്. ആദ്യം ഷുഗർ സിറപ്പ് ഇടുക, പിന്നെ അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് ഇത്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇതിനായിട്ട് നിങ്ങൾ ബൂസ്റ്റിൻ്റെ ഞാൻ ചെയ്ത പോലുള്ള കേക്കോ അല്ലെങ്കിൽ പ്ലെയിൻ കേക്ക് അതും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഗീ കേക്ക് യൂസ് ചെയ്യാം. ചോക്ലേറ്റ് കേക്ക് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ചോക്ലേറ്റി ഫ്ലേവർ വരും. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബൂസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ എന്താ തേർഡ് ലെയറും വെച്ചു. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് വീണ്ടും എല്ലായിടത്തും നല്ല പോലെ കവർ ചെയ്യുകയാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. ആദ്യം ഒരു ബേസ് കോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം വീണ്ടും ഒരു കോട്ട് കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്, നല്ല തിക്കായിട്ട് തന്നെ. ഇതാ ഞാൻ അങ്ങനെ സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്യണം. ഇതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനിയാണ് നമ്മുടെ ഡെക്കറേഷൻ തുടങ്ങണത്. അതിനായിട്ട് നട്ട്സ് എടുത്തിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് സൈഡിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ വശത്തും കംപ്ലീറ്റ് കേക്ക് കവർ ചെയ്യണ പോലെ, സൈഡിൽ മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒരേപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നട്ട്സ് വെച്ച്. ഇനി നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ബബിൾസ് പോലെ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ടാണ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് അതിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കി നമ്മൾ ബബിൾസ് പോലെ ചെയ്യാൻ സൗകര്യത്തിനായിട്ട്. ചെറുതും വലുതും ആയിട്ടുള്ള പല സൈസസിലുള്ള ബബിൾസ് വേണം നമ്മൾ ഇടാൻ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് മുകളിലായിട്ട് ബൂസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മുടെ ഈ ബബിൾസ് ഒന്ന് തെളിഞ്ഞ് കാണാനായിട്ടാണ് അതിൻ്റെ മുകളിൽ വൈറ്റ് ഗനാഷ് കൊണ്ട് വീണ്ടും അതേ ബബിൾസിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ എടുത്ത് കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡിയായി. ഇനി ഇത് റെഡിയായ ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയില്ലേ നമ്മുടെ കേക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് എഗ്ലെസ് നട്ടി ബബിൾ കേക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങൾ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണേ ഉള്ളൂ. എൻ്റെ അമ്മ നല്ല ഹാപ്പിയായി ഇതാ കേക്ക് കട്ട് ചെയ്യുകയാണ്. അമ്മയുടെ സപ്തതിക്കാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഈ കേക്ക്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം. മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കിയ കേക്കിൻ്റെ പിക്ചർ എടുത്ത് എൻ്റെ മെയിൽ ഐഡിക്ക് അയച്ചു തരണേ. പിന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പായിട്ട് കുറച്ച് കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബട്ടർ സ്കോച്ച്, വനില കേക്ക്, പിന്നെ ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു കേക്കിൽ ചോക്ലേറ്റ് ഐസിങ് ചെയ്തത് എല്ലാം തന്നെ എഗ്ലെസ് ആണ്, പിന്നെ ഓവൻ ഇല്ലാതെ ചെയ്തതുമാണ്. അപ്പോൾ കേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ഒരു കേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിലിടാം. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.